സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും, ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നന്മകളിലൊന്നാണ് അവൻ്റെ കാഴ്ചശക്തി. കാഴ്ച ഇല്ലാത്ത ഇരുളടഞ്ഞ ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ അല്പസമയം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടാൽ മനുഷ്യർ അസ്വസ്ഥരാകുന്നതും അക്രമാസക്തരാകുന്നതും വാർത്തകളിൽ നാം വായിക്കാറുണ്ട്. വെളിച്ചം അത്രത്തോളം മനുഷ്യജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശോഭയേറിയ പ്രകാശത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു നടത്തിയ ഒരു പ്രഖ്യാപനം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. എനിക്ക് വെളിച്ചം ഉണ്ട് എന്നല്ല ക്രിസ്തു പറഞ്ഞത്, ഞാൻ വെളിച്ചം ആകുന്നു എന്നാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും സാധിക്കാത്ത പ്രഖ്യാപനമാണ് കർത്താവായ യേശു ക്രിസ്തു നടത്തിയത്. ക്രിസ്തു അത്യുന്നതങ്ങളായ അനേക മഹൽ സത്യങ്ങളെ തൻ്റെ വ്യക്തിത്വവുമായി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇത്. ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളുടെ അടിസ്ഥാനം തൻ്റെ അനുപമേയമായ വ്യക്തിത്വമാണ്. കർത്താവിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് ചില ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാം. അതിലൊന്നാമത്തേത്, ഈ ലോകം അന്ധകാരവൃതമാണ് എന്നുള്ളതാണ്. നാം ഇന്ന് കാണുന്ന ലോകം ഇരുളടഞ്ഞ പ്രകാശമില്ലാത്ത ലോകം എന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ ഈ ലോകം അന്ധകാരമയമാണെന്നും തന്നെ കൂടാതെ ഈ ലോകത്തിന് വെളിച്ചമുണ്ടാകുകയില്ല എന്നുള്ള പ്രഖ്യാപനവുമാണ് ക്രിസ്തു നടത്തുന്നത്. ക്രിസ്തുവിൻ്റെ ഈ പ്രഖ്യാപനം നമ്മളെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് നടത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ വാക്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ലോകത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അന്ധകാരത്തെ നീക്കുവാൻ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ തൻ്റെ കാലത്ത് ലോകത്തെ നോക്കി ലോകത്തിൻ്റെ സൃഷ്ടിതാവ് പറഞ്ഞത് ഈ ലോകം അന്ധകാരമയമാണ് എന്നാണ്. കർത്താവ് നടത്തിയ ഈ പ്രഖ്യാപനം ഭൗതികമായി വെളിച്ചമില്ലാത്ത ഒരു ലോകമാണ് ഇത് എന്നല്ല, ആത്മീയമായ വെളിച്ചം നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന മാനവകുലത്തെയാണ് കർത്താവ് ലോകത്തിൽ കണ്ടത്. എന്താണ് വെളിച്ചത്തിൻ്റെ ഉപയോഗം എന്ന് നാം പരിശോധിച്ചാൽ, വെളിച്ചം മറ്റുള്ളവയെ കാണുവാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ ഒരുവനെ പ്രാപ്തനാക്കുന്നത് വെളിച്ചമാണ്. അതാണ് വെളിച്ചത്തിൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ളത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ തങ്ങളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിവില്ലാതെ അന്ധതയിൽ തപ്പിത്തടയുന്ന ഒരു മാനവരാശിയെയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇത് മനുഷ്യനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു മാനവകുലമാണ് ലോകത്തിലുള്ളത്. മനുഷ്യൻ്റെ അന്ധകാരമയമായ ഈ അവസ്ഥയെക്കുറിച്ച് ഭാരതത്തിലെ ഉപനിഷത്ത് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ബൃഹദ്കാരണ്യ ഉപനിഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ ഞങ്ങളെ പ്രകാശത്തിലേക്ക് നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെയുള്ളത്. അന്ധകാരത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അനേകമായ തത്വജ്ഞാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ആ തത്വജ്ഞാനങ്ങൾക്ക് ഞങ്ങളുടെ അന്ധകാരത്തെ അകറ്റുവാനായിട്ട് പര്യാപ്തമല്ല. സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമേ സൃഷ്ടിയുടെ അന്ധകാരത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇരുട്ടിൻ്റെ പ്രശ്നമായി തൻ്റെ പ്രഖ്യാപനത്തിൽ കർത്താവ് പറയുന്നത് മനുഷ്യന് എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നവും അതുതന്നെയാണ്. താൻ പോകുന്ന ലക്ഷ്യത്തെ തിരിച്ചറിയാതെ എങ്ങോട്ടോ പോകുന്ന മനുഷ്യൻ ശാസ്ത്രീയവും സാംസ്കാരികവുമായി അവൻ്റെ വളർച്ചയുടെ അത്യുന്നത കോടിയിൽ നിൽക്കുന്ന ഈ കാലത്തും മാനവകുലത്തെ പരിശോധിച്ചാൽ മനുഷ്യകുലത്തിൻ്റെ അന്ധകാരത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ നൂറ്റാണ്ടിലാണ് ഏറ്റവും അധികം കുടുംബ ബന്ധങ്ങൾ തകർന്നത്. ഈ നൂറ്റാണ്ടിലാണ് യുവത ഏറ്റവും അധികം മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി തീർന്നത്. മനുഷ്യൻ രോഗത്തിനും ദുഃഖത്തിനും വേർപാടിനും വേർതിരിവിനും അങ്ങനെ എല്ലാവിധ തിന്മകൾക്കും വിധേയനായി ഏകാന്തത അനുഭവിക്കുന്ന ഒരു മാനവകുലത്തെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. തങ്ങൾ എങ്ങോട്ട് പോകുന്നു നിശ്ചയമില്ലാതെ മനുഷ്യൻ്റെ എല്ലാ പുരോഗതികളുടെയും മുമ്പിൽ അവൻ്റെ ജീവിതവും അവൻ്റെ ലക്ഷ്യങ്ങളും ഒരു ചോദ്യചിഹ്നമായി തീർന്ന നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭൗതിക പുരോഗതി ആത്മീയ ധാർമ്മിക അന്ധകാരത്തിലേക്കുള്ള പുരോഗതിയായിരുന്നുവെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. തങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയ അന്ധകാരത്തെ നീക്കുവാൻ മനുഷ്യൻ്റെ ശാസ്ത്രീയ സാങ്കേതിക പുരോഗതികൾക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അന്ധകാരത്തെ വർദ്ധിപ്പിക്കുവാനാണ് അവൻ്റെ പുരോഗതിക്ക് സാധിച്ചത് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. തുടർന്ന് കർത്താവ് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യം ലോകത്തിന് വെളിച്ച സ്രോതസ്സ് ഒന്നേ ഉള്ളൂ എന്നാണ്. കർത്താവ് നടത്തിയ പ്രസ്താവന ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്നാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. മറ്റൊരു വെളിച്ചം ഇല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ വെളിച്ചത്തിൻ്റെ ഏക സ്രോതസ്സ് സൂര്യനാണ്.
അതുപോലെ തന്നെ ഇവിടെ ആത്മീയ ലോകത്തിലും പ്രകാശ സ്രോതസ് ഏകമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വെളിച്ചം കാണുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. മനുഷ്യനെ പ്രകാശിപ്പിക്കുവാൻ അന്ധകാരത്തിലുള്ള മനുഷ്യന് വെളിച്ചമായി വെളിച്ചത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ മാത്രമാണ് പ്രകാശത്തിൻ്റെ സ്രോതസ്സ്. ബൈബിളിൽ വെളിച്ചം പലപ്പോഴും നീതിയെയും വിശുദ്ധിയെയും ദൈവിക വെളിപ്പാടുകളെയുമാണ് പ്രതിദാനം ചെയ്യുന്നത്. യേശു ക്രിസ്തു വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളുടെയും മൂർത്തീഭാവമാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിലെ എല്ലാ വെളിച്ചവും താൽക്കാലികമായിരിക്കുമ്പോൾ നിത്യപ്രകാശമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ വെളിച്ചത്തിന് അവസാനമില്ല. ആ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന് ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥത്തിൽ വേർതിരിച്ചറിയുവാനായിട്ട് സാധിക്കും. തൻ്റെ ലക്ഷ്യം എങ്ങോട്ട് എന്ന് ഒരു മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ മാത്രമാണ്. കാരണം അവനാണ് ലോകത്തിൻ്റെ പ്രകാശം. അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് വെളിച്ചം നൽകാമെന്ന് വാഗ്ദത്തം നൽകി അനേക ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും നമുക്ക് ലോക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവരൊക്കെയും കുരുടന്മാരെ വഴികാട്ടുന്ന കുരുടന്മാർ എന്നാണ്. തങ്ങൾ തന്നെ എങ്ങോട്ട് പോകുന്നെന്നറിയത്തില്ലാതെ തങ്ങൾക്ക് തന്നെ വെളിച്ചമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചം വാഗ്ദാനം ചെയ്യുന്ന കുരുടന്മാരാണവർ. എന്നാൽ മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള നിത്യപ്രകാശം ലഭിക്കണമെങ്കിൽ അവൻ വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ കർത്താവിലേക്ക് വരണം. അവനിൽ വെളിച്ചമുണ്ട്, അവനിൽ അന്ധകാരം ഒട്ടുമില്ല എന്ന് നമുക്ക് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുന്നവൻ തൻ്റെ അപകടത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായി അപകടത്തെ ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു കടൽ തീരത്ത് രാത്രിയിൽ കപ്പൽ ചാലിലേക്ക് ഉന്തു നിൽക്കുന്ന പാറയിൽ തട്ടി അനേക കപ്പലുകൾ തകരുന്ന പ്രശ്നമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അവിടെയുള്ള ഒരു വ്യക്തി ആ സ്ഥലത്ത് ഒരു വിളക്കുമാടം സ്ഥാപിക്കുവാനായിട്ട് തീരുമാനിച്ചു. രാത്രിയിൽ പ്രകാശിക്കുന്ന ഒരു പ്രകാശഗോപുരം. അത് സ്ഥാപിച്ചതിൽ പിന്നെ തങ്ങളുടെ മുമ്പിലുള്ള അപകടകരമായ പാറയെ തിരിച്ചറിഞ്ഞ് കപ്പലിൻ്റെ കപ്പിത്താന്മാർ തങ്ങളുടെ കപ്പലുകൾ അപകടത്തിൽപ്പെടാതെ കപ്പൽ ചാലുകളിലൂടെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. അനേക ജീവനുകൾ, അനേക കപ്പലുകൾ ആ ദീപസ്തംഭം മൂലം രക്ഷപ്പെട്ട് അപകടത്തിൽ നിന്ന് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയി എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അന്ധകാരത്തിലുള്ള മനുഷ്യന് അത്ഭുത പ്രകാശമായി ആത്മീയ വെളിച്ചമായി സാക്ഷാൽ വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ താൻ പോകുന്ന വഴികളുടെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊഴിഞ്ഞ് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുവാനായിട്ട് സാധിക്കും. കർത്താവ് അവൻ മാത്രമാണ് യഥാർത്ഥ വെളിച്ചം. ലോകത്തിൽ മനുഷ്യർക്ക് പ്രകാശം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത് അവരെ തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോയി അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് അധപ്പതിച്ച അനേക ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ വെളിച്ചം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അതാണ് കർത്താവിൻ്റെ പ്രഖ്യാപനം. യേശുക്രിസ്തു തന്നെക്കുറിച്ച് നടത്തിയ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്ത വസ്തുത, ഈ വെളിച്ചം ഓരോ വ്യക്തികളും വ്യക്തിപരമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു വെളിച്ചമാണ്. ആ വെളിച്ചം സ്വീകരിക്കുവാനായി ഏത് വ്യക്തി തയ്യാറാകുന്നോ അവൻ്റെ ജീവിതം പ്രകാശപൂരിതമായി തീരും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായി ഏതെങ്കിലും വ്യക്തി തീരുമാനിച്ച് അവൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവനാണ് വെളിച്ചം ലഭിക്കുന്നത്. ഇത് വ്യക്തിപരമായിട്ടുള്ള യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹമാണ്. താൻ ഇരുളിലാണ് എന്നൊരു മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് വെളിച്ചത്തിൻ്റെ ആവശ്യകത അവന് ബോധ്യപ്പെടുന്നത്. താൻ അശുദ്ധനാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുവാനും വിശുദ്ധിയിലേക്ക് പോകുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. എന്തെല്ലാം അറിയില്ല എന്നുള്ളതാണ് ജ്ഞാനത്തിലേക്കുള്ള ആദ്യ പടിയെന്നത് പോലെ ഒഴിഞ്ഞതേ നിറയ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾക്കറിയാവുന്നത് പോലെ താൻ അന്ധകാരത്തിലെന്ന് മനസ്സിലാക്കി
തനിക്ക് വെളിച്ചം ആവശ്യമുണ്ട്. ഇന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്നത് പൊള്ളയായ വാഗ്ദത്തങ്ങളും അന്ധകാരത്തിൻ്റെ വാഗ്ദത്തങ്ങളുമാണെന്ന് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് യഥാർത്ഥ വെളിച്ചത്തിനു വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വരേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള അന്ധകാരം പാപത്തിൻ്റെ അന്ധകാരമാണ്. പാപം ചെയ്ത് നിത്യവെളിച്ചമായ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മീയമായ അന്ധകാരത്തിലേക്കാണ് പതിച്ചത്. മനുഷ്യൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ആദ്യ മനുഷ്യർ പാപം ചെയ്തു. അതിനുശേഷമുള്ള അവരുടെ സന്തതി പരമ്പരകളെ നാം പരിശോധിച്ചാൽ കൊള്ളയും കൊലയും അധപ്പതനവും അങ്ങനെ മാനവ സമൂഹം അവരുടെ തകർച്ചയിൽ നിന്ന് പിന്നെയും തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരസ്പരം പോരാടി കൊല്ലുകയും കൊലവിളിക്കുകയും ചെയ്തുകൊണ്ട് മാനവ സംസ്കാരം കഴിഞ്ഞ അനേക സഹസ്രാബ്ദങ്ങളായി അന്ധകാരത്തിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത്. ഇത്രത്തോളം ബുദ്ധിയും വിവേകവും ദൈവം നൽകി സൃഷ്ടിച്ച മനുഷ്യൻ ഈ സൃഷ്ടിയിൽ, ഈ പ്രപഞ്ചത്തിലെ ഭൗതിക സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ, അവൻ കൂട്ടമായി സഹമനുഷ്യന്മാരെ കൊല്ലുകയും കൊള്ള നടത്തുകയും അങ്ങനെ എല്ലാ അതിക്രമങ്ങളും ചെയ്ത് ലോകത്തിലുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ ദുഷ്കരമാക്കി തീർക്കുവാനുള്ള കാരണം പാപത്തിൻ്റെ അന്ധകാരം അവനെ ബാധിച്ചിരിക്കുന്നു. താൻ ചെയ്യുന്നത് എന്തെന്ന്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്നുള്ള കാര്യം തിരിച്ചറിയാതെ അന്ധകാരത്തിൻ്റെ അവകാശികളായി അന്ധകാര പ്രഭുവായ പിശാചിനെ സേവിച്ച് ജീവിക്കുന്ന മാനവകുലമാണ് ലോകത്തിലുള്ളത്. മനുഷ്യൻ്റെ ആത്മീയ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നതായിട്ട് നാം വായിക്കുന്നു. ആത്മീയ അന്ധകാരത്തിലുള്ള മനുഷ്യൻ കാഴ്ചകൾ നൽകുന്ന വൈദ്യനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ്റെ ആത്മീയ ദൃഷ്ടികൾക്ക് പ്രകാശം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ആത്മീയ പ്രകാശം ലഭിക്കാത്ത വ്യക്തികൾ നിത്യമായിട്ടുള്ള അന്ധകാരത്തിലായിരിക്കും ജീവിക്കുന്നത്. അന്ധകാരത്തിൽ ജീവിച്ച് നിത്യ അന്ധകാരമായ നിത്യനരകത്തിൽ അവർ പതിക്കും എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയ കേൾവിക്കാര, നാം ഒക്കെയും പാപത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മീയ അന്ധരായിട്ട് ജനിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കാതെ നമുക്ക് പ്രകാശത്തിൻ്റെ സ്രോതസ്സ് സൗജന്യമായി ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽപ്പെടാതെ പ്രകാശമുള്ളവനായി തീരും എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, പാപിയായ മനുഷ്യൻ പാപത്തിൻ്റെ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. അവൻ ആ അവസ്ഥയിൽ തുടർന്നാൽ നിത്യ അന്ധകാരത്തിൽ അവൻ്റെ ജീവിതം അവസാനിക്കും. ദൈവത്തോട് ശത്രുവായി ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള നിത്യമായ ശിക്ഷകൾ വാങ്ങി പാപത്തിൻ്റെ അധിപതിയായ പിശാചിനോടുകൂടെ നിത്യത ചെലവഴിക്കുക മാത്രമാണ് അവൻ്റെ ഭാവിയായിട്ട് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ നിത്യ അന്ധകാരത്തിൽ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ആവശ്യമില്ലാതെ വണ്ണം മനുഷ്യൻ്റെ അന്ധകാരത്തിൽ പ്രകാശമായി നിത്യപ്രകാശമായി നീതിയുടെ സൂര്യനായി ചരിത്രത്തിൽ ഉദയം കൊണ്ട കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മനുഷ്യൻ്റെ പകരക്കാരനായി മരിച്ചിരിക്കുന്നു എന്നുള്ള പ്രകാശത്തിൻ്റെ സന്ദേശമാണ് കർത്താവിൻ്റെ സുവിശേഷം എന്നുള്ളത്. വെളിച്ചത്തിൻ്റെ സ്രോതസ്സായ സുവിശേഷത്തെക്കുറിച്ച് അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അന്ധകാരമയമായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നിത്യപ്രകാശമായ സുവിശേഷത്തിന് മാത്രമാണ് പ്രകാശത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള സുവിശേഷം മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ ജീവിതത്തിലെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നിത്യ പ്രകാശത്തിൻ്റെ അവകാശം നൽകുകയും നമ്മളുടെ ജീവിതം പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും തൻ്റെ അന്ധകാരകരമായിട്ടുള്ള പാപത്തിൻ്റെ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മോചിതരായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നിത്യ പ്രകാശമുള്ളവരായി ജീവിതത്തിൽ തീരും. അവരുടെ ജീവിതത്തിൽ എങ്ങോട്ട് പോകുന്നെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം വെച്ചിട്ടുള്ള നിത്യലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാനായിട്ട് സാധിക്കും. പാപത്തിൽ ജീവിച്ച അനേക പാപികൾ
ചരിത്രത്തിൽ നിത്യപ്രകാശമായ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തിരുവെഴുത്ത് പറയുന്നത് പോലെ മുമ്പേൽ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച വ്യക്തികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ അന്ധകാരം നീങ്ങുകയും അവർ തന്നെ നിത്യ വെളിച്ചമുള്ളവരായി തീരുകയും ശോഭിക്കുന്ന ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട്, പ്രകാശമുള്ള അനേകർക്ക് പ്രകാശം നൽകുന്ന ഒരു ജീവിതം നൽകുവാനായിട്ട് അവരെ പ്രാപ്തരാക്കാനായിട്ടും കഴിയുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അതിനു മാത്രമേ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന സുവിശേഷം അന്ധകാരം നിറഞ്ഞ ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലും മറ്റനേക സ്ഥലങ്ങളിലും എത്തി അവിടെയൊക്കെയും പ്രകാശപൂരിതമായിട്ട് തീർന്നു. അന്ധകാര യുഗത്തിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം മാർട്ടിൻ ലൂതറിലൂടെ യൂറോപ്പിൽ പ്രകാശിച്ചപ്പോൾ യൂറോപ്പിൻ്റെ ആധുനിക യുഗം പിറന്നു എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. ഇങ്ങനെ അനേക ഭൂഖണ്ഡങ്ങളെയും അനേക സംസ്കാരങ്ങളെയും നിത്യ വെളിച്ചത്തിലേക്ക് നടത്തുവാനായി കഴിഞ്ഞ സുവിശേഷത്തിന് പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായി തീർന്നാൽ നാം പ്രകാശത്തിൻ്റെ അവകാശിയായി തീരുകയും നിത്യപ്രകാശത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയും ചെയ്യും. ഇരുട്ടില്ലാത്ത കർത്താവിൻ്റെ നിത്യപ്രകാശത്തിൽ നിത്യതയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പാപക്ഷമ സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി തീർന്ന് പ്രകാശമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ അടുക്കൽ അവൻ്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കുമോ? കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൻ്റെ നിത്യാനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഓരോ കേൾക്കാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാൽ യേശുവേ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം. അന്ധത നിറഞ്ഞ ലോകത്തെ പ്രകാശപൂരിതമാക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ്, അവരുടെ ഹൃദയത്തെയാണ് പ്രകാശപൂരിതമാകുന്നത്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനായിരുന്നു,
കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാണ്, പാപം ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത്? അതിനെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. നാം ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി മരിച്ച, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഹൃദയത്തിൻ്റെ അകക്കണ്ണുകൾ തുറന്ന് പ്രകാശത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പ്രകാശിക്കുവാനായിട്ട്, കർത്താവിനോടൊപ്പം വാസം ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ മകനായി മകളായി തീരുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശികളായി തീരുവാനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുന്ന് വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അന്ധതയിൽ കിടന്ന മനുഷ്യരായിരുന്നു, ഇരുട്ടിൻ്റെ ആത്മാവിനനുസരിച്ച് നടന്ന മനുഷ്യരായിരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായി തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് പകരക്കാരനായി കാൽവരിയിലെ ക്രൂശിൽ മരിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് അവിടെ ഞങ്ങളെ ഇടയാക്കി തീർക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് നിത്യജീവനാണ്, അവിടുന്ന് നിത്യമായിരിക്കുന്ന വെളിച്ചമാണ്. ആ വെളിച്ചത്തെ സ്വീകരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യാചനയെ അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമാ